ഹായ് ഫ്രണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് ഷോർട്സ് വീഡിയോയിൽ നോട്ടീസ് എന്ന് കാണിക്കുന്നു. ഇവിടെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നോട്ടീസ് എന്ന് കാണിക്കുന്നു. അതുപോലെ തന്നെ ലോങ് വീഡിയോയിലാണെങ്കിലും ഇത്തരത്തിൽ നോട്ടീസ് കാണിക്കാറുണ്ട്. ആ നോട്ടീസിന്റെ എന്താണ് കാര്യങ്ങൾ എന്നുള്ള മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഷോർട്സ് വീഡിയോയിലും കാണിക്കുന്നുണ്ട്. ഷോർട്സ് വീഡിയോയിലും കാണിക്കുന്നത് ഒരുപാട് പേർക്ക് ഇത്തരത്തിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ആൻസർ പറയുന്നുണ്ട്. പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ആ ഒരു കാര്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടാൽ വളരെ വ്യക്തമായി മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ അതിനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഇപ്പോഴും ഡൗട്ടാണ്. ഈ നോട്ടീസ് എന്ന് കാണിക്കുന്നു, അതുപോലെ വീഡിയോയുടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ ഷോപ്പിംഗ് ഡിസേബിൾ എന്നും കാണിക്കും. ഈ നോട്ടീസിന്റെ തൊട്ടടുത്ത് തന്നെ നോട്ടീസ് എന്ന് എഴുതിയതിന്റെ അവിടെ തന്നെ ഷോപ്പിംഗ് ഡിസേബിൾ എന്നും കാണിക്കും. അപ്പൊ ഇത്തരത്തിൽ ഈ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ നോട്ടീസ് ഷോർട്സ് വീഡിയോയിലേക്കൊക്കെ ഇത്തരത്തിൽ നോട്ടീസ് എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു പ്രോബ്ലം നിങ്ങളുടെ ചാനലിനെ ബാധിക്കുന്നതല്ല, പക്ഷെ ഷോപ്പിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്ന ആ ഒരു ഫീച്ചർ നമുക്ക് എനേബിൾ ആയതുകൊണ്ട് ഇത്തരത്തിൽ ഫീച്ചറൊക്കെ എനേബിൾ ചെയ്ത് എത്രയധികം ചാനലുണ്ടോ അവർക്കെല്ലാം ഇത്തരത്തിലുള്ള നോട്ടീസ് എന്ന് കാണിക്കും. അതും അവരുടെ സ്വന്തം ഓൺ വോയിസിൽ ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ കാണിക്കില്ല. ഈ ഷോർട്സിൽ മറ്റുള്ള മ്യൂസിക് എടുക്കുക, പലവിടെ നിന്നുള്ള മ്യൂസിക് എടുക്കുക, വോയിസ് ഓവർ എടുക്കുക, മറ്റുള്ളവരുടെ വോയിസ് ഓവർ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഷോർട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിലൊക്കെ ഇത്തരത്തിൽ ഷോപ്പിംഗ് ഡിസേബിൾ ആയിരിക്കും. അതിൽ നോട്ടീസ് എന്ന് എഴുതി കാണിക്കും. ഇതുകൊണ്ടാണ്, അതായത് ഇത്തരം മറ്റുള്ള സോങ്സുകൾ, മറ്റുള്ള വോയിസ് ഓവർ, മറ്റുള്ള ആളുകളുടെ കണ്ടന്റ് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ളതിൽ ഈ ഒരു ഷോപ്പിംഗ് ഡിസേബിൾ ആണ്. അതിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് നിങ്ങളുടെ ഓൺ കണ്ടന്റ് ഓൺ വോയിസ് ആയിട്ട് ചെയ്തതിലൊന്നും ഇത്തരത്തിൽ നോട്ടീസ് ഒന്നും വരില്ല. നിങ്ങളുടെ ഓൺ കണ്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഷോർട്സ് ആയിക്കോട്ടെ, ലോങ് ആയിക്കോട്ടെ, ലോങ്ങിൽ എന്തായാലും നോട്ടീസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഇല്ല, മറ്റുള്ള പ്രോബ്ലങ്ങളൊന്നും ഇല്ല എന്ന് കാണിക്കാനാണ്. ഷോർട്സിൽ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കത്തില്ല, നോട്ടീസ് എന്നുള്ളത് എടുത്ത് കാണിക്കത്തില്ല. നിങ്ങൾക്ക് ഷോപ്പിംഗ് ഡിസേബിളും ആയിരിക്കില്ല. അതിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ്, ഇപ്പൊ ഞാൻ എൻ്റെ മൈക്കാണെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാം, ഓക്കെ, കാരണം എൻ്റെ ഓൺ വോയിസ് ആണ്, എൻ്റെ ഓൺ കണ്ടന്റ് ആണ്. അതുപോലെ ആയിരിക്കണം. പക്ഷെ ഷോർട്സിൽ എല്ലാവരും വ്യൂസ് കിട്ടാൻ വേണ്ടി പല മ്യൂസിക്കും പല സോങ്സും പല ഡയലോഗുകളെല്ലാം ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ളതിലാണ് ഈ ഒരു ഷോപ്പിംഗ് ഡിസേബിളും അതുപോലെ നോട്ടീസ് എന്ന് കാണുന്നതും, ഓക്കെ, ഷോർട്സ് വീഡിയോയിലൊക്കെ. അപ്പൊ ഇതുകൊണ്ട് നിങ്ങളുടെ ചാനലിനെ യാതൊരു രീതിയിലും ബാധിക്കുന്നതല്ല. ചാനലിന്റെ വീഡിയോയ്ക്കോ കണ്ടന്റിനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും സംഭവിക്കുന്നതല്ല. ഷോപ്പിംഗ് ഡിസേബിൾ ആയിരിക്കും. അത് അതായത് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ചെറിയൊരു കാര്യം നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.